രാജസ്ഥാനിലെ ഒരു ഇൻഫ്ലുവൻസർ കൊല്ലപ്പെട്ട ഒരു കേസ് വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. പട്ടാപ്പകല് ഒരു സ്ത്രീയെ, അനാമിക എന്നായിരുന്നു ആ ഇൻഫ്ലുവൻസറുടെ പേര്, അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ നല്ല വ്യൂസൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാമർ ആയിരുന്നു അവർ. അപ്പോൾ ആരാണ് അവരെ കൊലപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തത്? അതുപോലെ തന്നെ എന്താണ് അനാമികയുടെ സ്റ്റോറി? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. രാജസ്ഥാനിലെ ഫലോദി എന്ന് പറയുന്ന സ്ഥലത്താണ് അനാമികയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മഹിറാമും താമസിച്ചിരുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹം. അപ്പോൾ ആ ഒരു വിവാഹത്തിൽ ഇവർക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. മൂത്ത മകന് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ 7 വയസ്സായിരുന്നു പ്രായം. രണ്ടാമത്തെ മകന് 5 വയസ്സും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ സെപ്പറേറ്റഡ് ആയതായിരുന്നു. അതായത് ആ ടൈമിൽ രണ്ടാമത്തെ മകന് ഏകദേശം ഒരു 6 മാസം മാത്രമേ പ്രായമുള്ളൂ. അവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം റീൽസ് കാണുക, അതേപോലെ തന്നെ റീൽസിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അനാമിക ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഹസ്ബൻഡ് വന്ന് നോക്കുമ്പോൾ എപ്പോഴും അനാമിക ഫോണിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നീ 24 മണിക്കൂറും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, നീ ആ കുട്ടിനെ പോലും നോക്കണില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർക്കിടയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് സ്ഥിരമായിരുന്നു. ഈ അനാമികയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ആളുകളെ കാണിക്കണമെന്നും ഫേമസ് ആകണമെന്നുള്ളൊരു ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു, ലിപ്സിങ്, അതേപോലെ തന്നെ പല വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇവരെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ട് നല്ല രീതിയിൽ റീച്ച് ആവുകയാണ്. പല വീഡിയോസും ഹിറ്റാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാൽ ഭർത്താവിന് ഇതൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവർക്കിടയിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാവുകയായിരുന്നു. അന്നത്തെ ദിവസം ഇയാൾ ഈ സ്ത്രീയുടെ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും അനാമിക തളർന്നില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വാങ്ങി റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ഫോണിൽ നിന്ന് തന്നെ തൻ്റെ അക്കൗണ്ടിലോട്ട് അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോസും മറ്റും മഹിറാം കണ്ടപ്പോൾ ആൾക്ക് വീണ്ടും കൺട്രോൾ പോയി. വല്ലാത്ത രീതിയിൽ ദേഷ്യമൊക്കെ വന്നു. പിന്നെ അതിൻ്റെ താഴെയുള്ള കമൻസൊക്കെ നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെ ബാക്കിയുള്ള ആളുകൾ വർണ്ണിക്കുന്നത് കണ്ട അയാൾക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആൾ തൻ്റെ ഇൻലോസിനെ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മകൾക്ക് കുറച്ച് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അവൾ 24 മണിക്കൂറും ഈ ഒരു ഫോണ്, റീല് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്, കുട്ടികളുടെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ അനാമികയുടെ പേരൻസ് അനാമികയെ വിളിക്കുകയാണ്. നിനക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം, നിനക്ക് കുട്ടികളുടെ കാര്യം നോക്കി നിന്നാൽ പോരെ എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ അനാമികയുടെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് റീൽസ് ഇടുന്നതൊന്നും നിർത്താനായിട്ട് പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേണായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇടുന്ന റീൽസിന് പകരം ഞാൻ ട്രഡീഷണലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ അല്ലാതെ എനിക്ക് ഇതൊന്നും നിർത്താൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. ഇത് സംസാരിക്കുന്ന ടൈമിൽ ഇവരുടെ കൂടെ മഹിറാമും ഉണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പുറത്തു പോയി ആൾ മദ്യപിച്ചിട്ടായിരുന്നു തിരിച്ചു വന്നത്. പിന്നീട് ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇയാൾ അനാമികയെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ വീണ്ടും പുറത്തോട്ട് പോയി. ആ ഒരു ടൈമിൽ അനാമിക വീണ്ടും റീലെടുത്ത് പോസ്റ്റ് ചെയ്യായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ ആൾക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. വീണ്ടും ആ ഒരു സ്ത്രീയെ അയാൾ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. ആ ഒരു ടൈമിൽ മഹിറാം പറഞ്ഞു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോക്കോ, പക്ഷേ എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ അനാമിക പറഞ്ഞു, എനിക്ക് ആരും വേണ്ട, മക്കളും വേണ്ട, ആരും വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയായിരുന്നു. അനാമിക തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയതിന് ശേഷം കൂടുതലായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അവർ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് റീൽസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിന് വീണ്ടും ദേഷ്യം വരികയാണ്. ആൾക്ക് അതിൻ്റെ താഴെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അപ്പോൾ ആൾ തൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ചീത്ത പറയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അനാമിക പറഞ്ഞത്, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല, നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, എനിക്കെൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നുള്ളൊരു തരത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇയാൾക്ക് അനാമികയുടെ ഡിവോഴ്സ് നോട്ടീസ് വരുന്നത്. അതിനുശേഷം അവർ കോർട്ടിലും ഇതേപോലെ തന്നെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷന് വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷനും കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിൽ
കുട്ടികളെ കാണാനുള്ള പെർമിഷനും അവർക്ക് ലഭിക്കുകയായിരുന്നു. അപ്പോൾ വീക്കെൻഡ്സിലെല്ലാം ഇവർ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകും, അതിനുശേഷം വീണ്ടും തിരിച്ചു കൊണ്ടാക്കി കൊടുക്കും. ഇതിനിടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് റീച്ച് ആക്കാനായിട്ട് തുടങ്ങി. ഇവർക്ക് നല്ല രീതിയിൽ ഫാൻ ബേസ് ഗ്രോ ആവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പല ബ്രാൻഡുകളും കൊളാബറേഷൻസിന് വേണ്ടിയിട്ട് ഇവരെ സമീപിക്കാനും തുടങ്ങി. രാജസ്ഥാനിൽ തന്നെയുള്ള ഒരു തുണിക്കടയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടും ഇവർ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വരുമാനം മറ്റും വരികയാണ്. അതിനുശേഷം ഇവർ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുകയും ചെയ്തു. തുണിയും കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു അത്. ഇതിനിടയിൽ ഇവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സ് കേസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമിക കുട്ടികളെ കാണാൻ വരുന്ന ടൈമിൽ കുട്ടികളുമായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഈ ഒരു മഹിറാമിന് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ആള് അത് പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാണ്, കുട്ടികളെ വെച്ച് ഇങ്ങായിട്ട് റീൽസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരെയും വിളിച്ചിരുത്തി ഇങ്ങായിട്ട് പോലീസുകാർ അനുനയിപ്പിച്ച് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേനും കേസൊക്കെ തുടങ്ങി ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കേസിലൊരു തീർപ്പായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ആൾക്ക് അനാമികയായിട്ടുള്ള ഒരു ദേഷ്യവും അതുപോലെ തന്നെ ആ കമൻസും വീഡിയോസും കാണുമ്പോഴുള്ള ഫ്രസ്ട്രേഷനും ഒന്നും തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ വർദ്ധിച്ചു വരികയായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ അനാമികയെ ഇല്ലാതാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ അനാമികയെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇത് നിർത്തിക്കുമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അയാൾ എത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് അയാൾ കുറച്ച് ലോക്കൽ ഗുണ്ടകളെയും കാര്യങ്ങളൊക്കെ സമീപിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 50,000 രൂപ കൊടുത്ത് ഒരു നാടൻ തോക്കും അയാൾ കൈപ്പറ്റുകയായിരുന്നു. അതിനുശേഷം ആൾ അനാമികയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അവരെപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എപ്പോഴാണ് കടയിലോട്ട് പോകുന്നത്, എപ്പോഴാണ് കടയിൽ നിന്നും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്, വേറെ എവിടോട്ടൊക്കെ പോകുന്നുണ്ട്, അതേപോലെ തന്നെ കടയിൽ ആളില്ലാത്ത ടൈം എപ്പോഴാണ്, അതൊക്കെ ആൾ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ അനാമികക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു സംശയവും ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് എന്തായാലും ആ ഒരു സ്ത്രീയെ കൊല്ലണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് അയാൾ എത്തിയത്. അങ്ങനെ കടയിൽ ആളില്ലാത്ത ടൈമിൽ കടയിൽ കയറിയിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്താമെന്നുള്ളത് മഹിറാം തീരുമാനിക്കുകയാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 24, 2024. അന്ന് ആളുടെ മക്കളെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അച്ഛനെയാണോ അതോ അമ്മയാണോ ഇഷ്ടം എന്നുള്ളത്, ആരുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. മക്കൾ രണ്ടുപേരും പറഞ്ഞു അച്ഛൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം, അച്ഛനെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ആ ഒരു ടൈമിൽ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെയായിരുന്നു. അന്നത്തെ ദിവസം ആളുടെ കൈ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വാരി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരെയും കൊണ്ട് ഷോപ്പിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി നൽകി. പിന്നീട് അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വീട്ടിൽ പോയിട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അനാമികയുടെ ഷോപ്പിൻ്റെ അവിടോട്ട് എത്തുകയായിരുന്നു. എന്നിട്ട് ഷോപ്പിൽ ആളില്ലാതാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴത്തേനും ഷോപ്പിലെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ ഈ ഗണ്ണും എടുത്തുകൊണ്ട് ആൾ നേരെ ഷോപ്പിലോട്ട് കയറുകയായിരുന്നു. ഈ മഹിറാമിനെ കണ്ട അനാമിക, എന്താണ് നിനക്കിവിടെ കാര്യം, നിന്റെ മുഖം എനിക്ക് കാണണ്ട, എന്തെങ്കിലും സംസാരിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് ഇങ്ങോട്ട് സംസാരിക്കാം, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ഉടനെ തന്നെ മഹിറാം താൻ കൊണ്ടുവന്ന ഗണ്ണെടുത്ത് ആ ഒരു സ്ത്രീയെ വെടിവെക്കുകയായിരുന്നു. ഒരു ചെയറിൽ ഇരുന്ന പോലെ ആ ഒരു സ്പോട്ടിൽ തന്നെ അവർ മരിച്ചു വീഴുകയായിരുന്നു. അതായത് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നായിരുന്നു അയാൾ വെടിവെച്ചത്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ആ ഒരു ടൈമിൽ ഈ ഗൺ ഷോട്ട് കേട്ട് അടുത്തുള്ള കടക്കാരെല്ലാവരും അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴേത്തിനും ആ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ സ്ഥലത്തെത്തി. അതേപോലെ തന്നെ CCTVയും മറ്റുമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മഹിറാമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. മഹിറാമിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് പാരലായിട്ട്. അപ്പോൾ ഓട്ടോപ്സി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോഡി ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഇപ്പോൾ അമ്മയില്ല, അതേപോലെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇനി ജയിലിലാവും, മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല, ചെറിയ മക്കളാണ്, അവരുടെ പേരിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെപ്പാട് ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. അങ്ങനെ മഹിറാമിൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് സംസാരിച്ച് ഈ കുട്ടികളുടെ പേരിൽ എന്തൊക്കെയോ പ്രോപ്പർട്ടി എഴുതി വെച്ചതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് അവർ ഇതേപോലെ തന്നെ ബോഡി ഏറ്റുവാങ്ങിയതായിട്ട് പറയപ്പെടുന്നത്. പിന്നെ പോലീസുകാർ ട്രാക്ക് ചെയ്തിട്ട് മഹിറാമിനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അയാളോട് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.